ഗായ്സ് അറബിയുടെ വീട്ടിലേക്ക് ജനലിലൂടെ എത്തി നോക്കിയപ്പോൾ സാധനം സംഭവിച്ചത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സൗദിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സൗദിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ മുകളിലത്തെ നിലയിലാട്ടോ താമസിക്കുന്നത്. അങ്ങനെ വന്ന് വീട്ടിൽ സെറ്റായി. ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ബോറടിച്ച് ഒരു ഫ്രണ്ട്സും കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ താഴത്തുനിന്ന് ഈ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് അവർ ഞങ്ങളെയും വിളിക്കാൻ തുടങ്ങി, അവരുടെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അവരെയും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് ജനലിൽ എത്തി വലിഞ്ഞ് കയറി നിന്നിട്ടാട്ടോ സംസാരിക്കുന്നത്. അവർ ഞങ്ങളെ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അറബിയിൽ. ആദ്യമൊക്കെ കുറച്ച് നേരെ സംസാരിച്ചിരുന്നുള്ളൂ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എപ്പോഴും സംസാരിക്കട്ടോ. അവർ ഫ്രീ ടൈമിൽ ഞങ്ങളെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ ജനൽമ കയറി നിന്ന് അങ്ങോട്ടും സംസാരിക്കട്ടോ. ജനൽമ കൂടെ നോക്കുമ്പോൾ താഴെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഞാൻ അവനോട് ചോദിച്ചു ഇത് ഏത് ചെടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവന് ബുർത്തുക്കാൽ, ഓറഞ്ച് അതൊക്കെ അവൻ പറഞ്ഞു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ പൂക്കളൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. അവന് അത് പറയുന്നത് യൂസ്ഫി, ബുർത്തുക്കാൽ എന്നൊക്കെ കേട്ടോ അവൻ പറയുന്നത്. ഇതാ കേട്ടില്ല, അവൻ യൂസ്ഫി എന്നാണ് പറയുന്നത്. അവൻ പറയുന്നുണ്ട് അവിടെ താഴത്ത് തീനുണ്ട്, അപ്പം നിങ്ങൾ വായോ, ഇപ്പോൾ പഴുത്തുണ്ട് തീനൊക്കെ, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തരാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. താഴത്തൊക്കെ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു, പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇവൻ്റെ പേരാണ് ഹാദി. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. മൂത്തത് ഹാദിയാണ്, ഇതായി നിൽക്കുന്നത്. ഇപ്പോൾ ഓടി വന്നത് ഹമ്മൂദി. ഇപ്പോൾ ഇനിയൊരു ചെറിയ പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് നൂറാനാണ്. ഇപ്പോൾ താഴത്തേക്ക് എന്താ വരാത്തതെന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ വരാമെന്നാണ് ഞാൻ പറയുന്നത്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിലതൊക്കെ മനസ്സിലാണ്ട് സ്പീഡിലാട്ടോ പറയുന്നത്. പിന്നെ ഓരോന്ന് തരാൻ, ഈ താഴത്തേക്ക് വന്നാൽ ഞാൻ നിനക്ക് വണ്ടി തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നാട്ടിൽ കുറച്ച് അറബി പഠിച്ചിട്ടാട്ടോ വന്നിരുന്നത്. അതൊക്കെ അതൊക്കെ ഇട്ടാ ഞാൻ ഇവനോട് സംസാരിക്കുന്നത്. പക്ഷെ അവൻ അതൊന്നും പറയുന്നില്ല, അവൻ വേറെയാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ അറബിയും നാട്ടിലത്തെ അറബിയും നന്നായിട്ട് വ്യത്യാസമുണ്ടെന്ന്. ഇവർ എഷാദ ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവർ 2 പേര് കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും മജൂർ, അസ്സലാം അഷാലക അല്ലായാഫിക് അങ്ങനെ കേട്ടോ അഭിസംബോധനം ചെയ്യുക. ഓരോ ദിവസവും ത്രില്ലടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഓരോ ദിവസം ചോദിക്കേണ്ടത് എഴുതി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് അവനോട് ചോദിക്കട്ടോ. അങ്ങനെയാണ് ഞാൻ അറബി പഠിച്ചത്. ഇത് വേറൊരു ദിവസം കേട്ടോ. അപ്പോൾ അവൻ ബോളൊക്കെ പിടിച്ച് കാണിച്ച് തരികയാണ്, വായോ താഴത്തേക്ക് വായോ, നീ എന്താ കളിക്കാൻ വരാത്തതെന്ന്. അപ്പോൾ അവിടെ ഷീറ്റ് ഇട്ട് അവിടെ ഇരുന്നിട്ടായിട്ട് സംസാരം. ഞാനപ്പോൾ അവനക്കൊരു ചെറിയ വിമാനം അങ്ങോട്ട് താഴത്തേക്ക് ഇട്ട് കൊടുത്ത്. ഇത് വേറൊരു ദിവസമാണ്. അപ്പോൾ അവൻ പറയുന്നത് താഴത്തേക്ക് എന്തായാലും വരണം എന്നാട്ടോ അവൻ പറയുന്നത്. അവരുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു ഇന്ന് രാത്രി അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ എന്തായാലും വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാത്രിയായി ഞാനങ്ങനെ കളിക്കാൻ പോയി. കുറേ കുട്ടികളുണ്ട് കേട്ടോ, കുറേ കുട്ടികളുണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ ഗായ്സ്, അറബിയുടെ വീട്ടിലേക്ക് ജനലിലൂടെ എത്തി നോക്കിയപ്പോൾ ഇങ്ങനെയാട്ടോ അവസാനം സംഭവിച്ചത്. അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് തുടക്കം കുറിച്ചിട്ടോ. പിന്നെ രാത്രി എന്നില്ല പകല് എന്നില്ല ഏത് സമയത്തും അവരുടെ വീട്ടിലാട്ടോ. ഇപ്പോൾ ഫ്രീ ടൈം അവർക്ക് കിട്ടിയാൽ എന്നെ വിളിച്ചുകൊണ്ട് കേട്ടോ അവർ. ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ എന്തായാലും കാണണേ. ഇപ്പോൾ അവർ നിനക്ക് അറബി അറിയോ ചോദിക്കുകയാണ്, എന്നിട്ട് 10 വരെയുള്ളത് ചെല്ലിപ്പിക്കുകയാണ്. ബാക്കി അവൻ നിർത്താതെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ.
ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച വീഡിയോസാണ്. യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ്. ഇവരൊക്കെ റൊണാൾഡോ ഫാൻസ് ആട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഫുട്ബോളാട്ടോ ഇഷ്ടം. ഫുൾ ടൈം ഫുട്ബോളാണ് കളിക്കാറ്. ഇപ്പോഴും അവർ പറയാം ഫുട്ബോൾ കളിക്കാന്നാട്ടോ പറയാം. വലുതായി കഴിഞ്ഞാൽ നിനക്ക് ആരാവാനാ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഫുട്ബോൾ പ്ലെയർ ആവണം എന്നാട്ടോ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുട്ബോൾ കളിക്കണം കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ വരേണ്ട സമയമായി. അപ്പം ഞാനങ്ങനെ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ബൈ.